താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറിക്ക് എല്ലാം തുടക്കമായത് ഒരു വിവാദ സ്പോൺസർഷിപ്പാണ്. പൊതുയിടത്തിലേക്ക് വരെ ചർച്ചകളെത്തിയ ഈ സ്പോൺസർഷിപ്പ് നൽകിയതാകട്ടെ ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ വെണ്ണല മഹാദേവ ക്ഷേത്രം. 75 ലക്ഷം രൂപയുടെ ധാരണാപത്രം റിപ്പോർട്ടറിന് ലഭിച്ചു. ആ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറുമാണ് സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനെ അൻസിബ ഹസൻ എതിർത്തെങ്കിലും ഭൂരിപക്ഷ പിന്തുണയോടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. റോഷിപാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇതാണ് ആ രേഖ. കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറും കൃത്യമായി ആ രേഖയിൽ ഒപ്പിട്ടിട്ടുണ്ട്, ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. താരസംഘടനയ്ക്ക് എന്തിനാണ് ഇത്തരത്തിൽ കുടുംബസംഗമം നടത്താൻ ഒരു സ്പോൺസർഷിപ്പ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. 75 ലക്ഷം രൂപയുടെ കരാറാണ്. ഒരു കുടുംബസംഗമം നടത്താൻ ഇത്ര വലിയ തുക ആവശ്യമുണ്ടോ? എന്താണ് ഇതിനെല്ലാം പിന്നിലെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അഭിനിത, ഇത് ഫെബ്രുവരി 14 നടന്ന അമ്മയുടെ കുടുംബസംഘമാണ്. അതിന് ടൈറ്റിൽ സ്പോൺസറായി എത്തിയതാണ് ടി ജി നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി. അതിൽ 75 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. ആദ്യ ഗഡുവായി 30 ലക്ഷം രൂപ കൈമാറി. ആ ധാരണാപത്രത്തിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ ധാരണാപത്രത്തിൽ പറയുന്നത് ടൈറ്റിൽ സ്പോൺസറായി എത്തുമ്പോൾ പരിപാടി കഴിഞ്ഞ് 3-ാം ദിവസം കഴിയുമ്പോൾ ബാക്കി തുക 45 ലക്ഷം രൂപ കൂടി നൽകും അമ്മയ്ക്ക് എന്നാണ്. നേരെ മറിച്ച് ഇത് എന്ത് ആവശ്യത്തിനാണെന്നില്ല. അത് ടൈറ്റിൽ സ്പോൺസർ ടൈറ്റിൽ സ്പോൺസറായി 75 ലക്ഷം രൂപ ഈ വെണ്ണലയിലെ മഹാദേവ ക്ഷേത്രം മുടക്കുമ്പോൾ ക്ഷേത്രത്തിന് അവിടെ ലഭിക്കുന്നത് പരസ്യമാണ്. ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ തുക നൽകുന്നത് എന്നാണ് ക്ഷേത്ര കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ ടി ജെ നന്ദകുമാർ പറയുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് സാധാരണ പത്രങ്ങളിലോ ടെലിവിഷനിലോ നൽകുന്നതിനപ്പുറത്തേക്ക് ഈ അമ്മയുടെ അംഗങ്ങൾക്ക് ഇടയിൽ പരസ്യം നൽകിയതുകൊണ്ട് എന്താണ് ഫലമെന്നാണ്. അതിനുള്ള വിശദീകരണം ഈ താരസംഘടനയിലെ പ്രധാനികളുമായി വലിയ ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. സ്ഥിരമായി ആ താരങ്ങളൊക്കെ അൻസിബ അടക്കം പലപ്പോഴായി ഈ ക്ഷേത്രത്തിൽ പരിപാടികളുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആ സംഘടനയുമായി സഹകരിച്ചു പോകുന്നു എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു വിശദീകരണങ്ങൾ റിപ്പോർട്ടറിനോട് ഈ അധ്യക്ഷൻ ടി ജെ നന്ദകുമാർ പറയുന്നുണ്ട്. ഇതിൽ ദുരൂഹമായത് ഈ തുക അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന അഭ്യൂഹമാണ്. ഇത് ആ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചില സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയതാണ് എന്ന ആക്ഷേപങ്ങളാണ് ഇടയ്ക്ക് ഉയർന്നത്. ഏതായാലും അത് സംബന്ധിച്ച് വ്യക്തത അതൊക്കെ തന്നെയും വ്യക്തത വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതായാലും റോഷിപാൽ പുറത്തുവിട്ട ഈ ധാരണാപത്രത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദല്ലാൽ നന്ദകുമാറും കുക്കു പരമേശ്വരനുമാണ് ഇത് ഒപ്പിട്ടത് എന്നതാണ്. ഈ സ്പോൺസർഷിപ്പ് എന്തിന് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്.